ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ നേരം പരപരാ വെളുക്കുന്ന സമയത്ത് ഞാൻ എണീച്ചിരിക്കുകയാണ്. വളരെ അപൂർവമായി നടക്കുന്ന കാര്യം. അപ്പോൾ പല്ല് തേപ്പ് ആദ്യം തന്നെ ഞാൻ പാസ്സാക്കി. അപ്പോൾ ഇനി ഒരു കുളിയും കൂടെ. അപ്പോൾ എവിടേക്കാണെന്ന് ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഒരു അമ്പലത്തിലേക്കാണ്, ഒരു പ്രത്യേക അമ്പലം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു അമ്പലമാണ് എല്ലാ മാസത്തിലും പോകാൻ. അപ്പോൾ അതിനെക്കുറിച്ച് വഴിയെ പറയാം. ഞാനിവിടെ ഡ്രസ്സ് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക്സ് ടു ഫ്ലിപ്കാർട്ട്. അപ്പോൾ ഇവിടെ ഞാൻ പൂക്കൾ എടുത്തേക്കാണ്. ഇത് ഞാനെടുത്തതല്ല, ചേച്ചി അമ്മയും കൂടെ എടുത്തതാണ്. ഞാനിപ്പോൾ പോണ ക്ഷേത്രത്തിലെ ദേവിക്ക് ഇഷ്ടപ്പെട്ടതാണ് തെറ്റിപ്പൂ. അപ്പോൾ അത് വെച്ചൊരു മാല. സോ ആഗ്രഹ സൗകര്യത്തിന് ഇറ്റ് ഹെൽപ്സ് അങ്ങനെ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഇത്തിരി ഷോഫൊക്കെ കഴിഞ്ഞു. കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, കാര്യം ഓവറാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് വിഭ ക്രീമാണ് ആദ്യം എൻ്റെ മുഖത്ത് ഞാൻ ഇടാൻ പോണത്. കോട്ടയ്ക്കലിൻ്റെയാണ് കേട്ടോ. കോട്ടയ്ക്കൽ എന്ന് പറയുമ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റിയതാണ്. വിഭ ക്രീം ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയതാണ്. ഇതിട്ടിട്ട് എനിക്ക് ഒരുപാട് മാറ്റം എൻ്റെ മുഖത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. കാര്യം കുറേ കെമിക്കൽസ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഇതിടുന്നത്. അപ്പോൾ ഇതിട്ടതിന് ശേഷം എൻ്റെ മുഖക്കുരു കുറേയൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഇതുപോലെ അല്ലായിരുന്നു, നല്ല മുഖക്കുരു ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. ഇനി ഈ ക്രീമൊക്കെ ഞാൻ മുഖത്തൊന്ന് ഫുള്ളൊന്ന് തേച്ചൊന്ന് പറ്റിക്കാൻ പോവുകയാണ്. നല്ലപോലെ ഒന്ന് തേച്ച് പറ്റിച്ചിരിക്കുന്നു. പിന്നെ ഇനി മുഖത്തിടാൻ പോകുന്ന സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ്. എല്ലാ ദിവസവും ഞാൻ അത് മറക്കാതെ യൂസ് ചെയ്യുന്നതാണ്. അതും ഞാൻ മിക്കവാറും ലാക്മിയുടെയാണ് യൂസ് ചെയ്യുന്നത്. സൺ എക്സ്പേർട്ട് SPF 50+++. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ പ്ലസ് ആയിട്ടുള്ള സൺസ്ക്രീമാണ്. വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് പിന്നെ ഇട്ടാൽ പിന്നെ ഫൗണ്ടേഷൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. അപ്പോൾ ഒരു നല്ലൊരു വൈറ്റ് ഇത് തരും നമ്മളെ മുഖത്തിന്. അപ്പോൾ അതും കൂടി ഇട്ട് ഇനി നല്ലപോലെ അതും കൂടെ ഒന്ന് മുഖത്തൊന്ന് തേച്ച് ഇതാക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ സൺസ്ക്രീം ഇടാതെ അങ്ങനെ പുറത്തിറങ്ങാറില്ല. കാര്യം ഇത് സൺസ്ക്രീം ഇട്ടതിന് ശേഷം എനിക്ക് നല്ല ടാനും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ പേര് യൂസ് ചെയ്യുന്നത് നല്ലതല്ലെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും എനിക്കത് കംഫർട്ടാണ്. അപ്പോൾ ഇനി ഞാൻ യാർലിയുടെ പൗഡർ, സാധാരണ ഞാൻ വേറെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് പൗഡേഴ്സ് പുറത്ത് പോകുമ്പോൾ. ബട്ട് അമ്പലത്തിലായതുകൊണ്ട് അധികം ഒന്നുമില്ല. ഡയറക്റ്റ് പൗഡർ ഇടുകയാണ്. അപ്പോൾ പൗഡറൊക്കെ മുഖത്തിട്ടേക്കാണ്. പിന്നെ ഇനിയുള്ള മെയിൻ പ്രോബ്ലം ലിപ്സ്റ്റിക്ക്. ഏത് ഷെയ്ഡ്, അതെനിക്ക് ഭയങ്കര വലിയൊരു പ്രോബ്ലം. എനിക്ക് എപ്പോഴും ഇഷ്ടം ബ്രൗൺ ഷെയ്ഡാണ്. പക്ഷേ എല്ലാ ഡ്രസ്സിനും ബ്രൗൺ ഷെയ്ഡ് ചേരാത്തതുകൊണ്ട് വേറെ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഈ ലിപ്സ്റ്റിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. ഇത് നല്ലൊരു ഷെയ്ഡാണ്. എന്നിരുന്നാലും എനിക്കെപ്പോഴും ബ്രൗൺ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്കങ്ങനെ ഇത് വേറെ ഒരു ഷെയ്ഡും അങ്ങനെ പിടിക്കാറില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ ആണെന്ന് തോന്നുന്നു, അല്ലേ? കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ഇനിയുള്ള ഐലൈനറാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡാസ്ലറിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനറാണ്. കാര്യം വാട്ടർ പ്രൂഫേ ഞാൻ ഏതായാലും യൂസ് ചെയ്യത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കണ്ണിനൊരു കറുപ്പ് ഷെയ്ഡ് വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും വാട്ടർ പ്രൂഫേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ കണ്ണ് വരച്ചേക്കാണ്. അപ്പോൾ ഞാനെപ്പോഴും വാല് മാത്രമേ ഒന്ന് വരച്ച് ഇതാക്കാറുള്ളൂ. ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് വരയ്ക്കാറില്ല. കാര്യം ഫുള്ളായിട്ട് വരയ്ക്കുമ്പോൾ 2 സിമെട്രി ആയിപ്പോവും. അതുകൊണ്ട് തന്നെയാണ് മെയിൻ റീസൺ. ഇനി മുടി, എൻ്റെ പൊന്നോ, മുടിയാണ് ഇനി മുടി. അതെന്ന് വെച്ചാൽ അതൊരു യുദ്ധക്കളമാണ്. ഇനി അത് മുഴുവൻ ഇനി ചടക്കറുത്തൊക്കെ എടുക്കണം. ഉടക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉടക്കമാണ് കേട്ടോ. മുടി ചുരുണ്ട മുടിയുടെ ആയതുകൊണ്ട് നല്ല ഉടക്കമുള്ള മുടിയാണ്. അപ്പോൾ ഞാൻ കൈ വെച്ച് കുളിച്ചതിന് ശേഷം പിന്നെ മുടിയുടെ ഉടക്ക് കറക്കാറുള്ളൂ. അപ്പോൾ അത് ഇനിയൊന്ന് ഇതാക്കിയതിന് ശേഷം ഇനിയൊരു താജ്മഹൽ പണിയാനുള്ള തീരുമാനത്തിലാണ് ഞാൻ. എന്താണ് കാണുന്നവർക്ക് അങ്ങനെ തോന്നും, എന്നിരുന്നാലും അവസാനം പഴയ മോഡലിലേക്ക് തന്നെ ഞാൻ എത്തും. കണ്ടോ, സാധാരണ സൈഡ് ചരിച്ചു കോതി ഇതാക്കിയൊക്കെയാണ്. ഇതാണ് അമ്പലത്തിൽ പോണതിന് പെർഫെക്റ്റ് ലുക്കും, അല്ലേ? കൊള്ളാം, ഓക്കെയാണ്. ഇനി അടുത്ത പൊട്ട് ഞാൻ മിക്കവാറും കല്ല് പൊട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ളതിന് ഫുള്ള് കല്ല് പൊട്ടായിരിക്കും, വെള്ള കല്ല് പൊട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ മുഖക്കുരു ഉള്ളത് കൊണ്ട് തന്നെ അതത്ര ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഞാൻ മാറ്റാൻ സാധ്യതയുണ്ട്. എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഓർണമെൻറ്റ്സിലേക്കാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ട്രഡീഷണൽ, എല്ലാ ട്രഡീഷണൽ വെയേഴ്സിനോടും പറ്റിയ നല്ലൊരു ഇയറിംഗ് ആണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്നിടുകയാണ്. അങ്ങനെ കമ്മലൊക്കെ ഇട്ട് സുന്ദരിയായിരിക്കുകയാണ്. ഇനി അടുത്ത് മെയിൻ പ്രോഡക്റ്റ് പെർഫ്യൂം ഇല്ലാതെ എനിക്കൊരു കളിയില്ല. തൊട്ടടുത്ത ജംഗ്ഷനിൽ പോകണമെങ്കിൽ എനിക്ക് പെർഫ്യൂം വേണം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ദറംസിൻ്റെ പെർഫ്യൂമാണ്. ഇതൊരു ഗൾഫ് പ്രോഡക്റ്റാണ്. സംഭവം കിടിലമാണ് കേട്ടോ. ഇത് അവസരം കിട്ടിയാൽ ഒന്ന് ഉപയോഗിച്ചൊന്ന് നോക്കണം. എവിടെയെങ്കിലും വാങ്ങാൻ കിട്ടിയാൽ ഉറപ്പായിട്ടൊന്ന് വാങ്ങി ഉപയോഗിക്കണം. ഇനിയാണ് പൂ കെട്ടുന്ന വേള.
കാണുന്നവർക്ക് തോന്നും "ഉഫ്, ഇനി ഞാനാണ് ഇനി ഇത്രയും പൂ കെട്ടിയെന്ന്". വെറുതെയാണ് കേട്ടോ, ജസ്റ്റ് വന്നിരുന്നേ ഉള്ളൂ. അമ്മയും ചേച്ചി മുക്കാലും കെട്ടി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വന്നിരുന്ന് ചെറുതായിട്ട് പൂവൊന്ന് അറേഞ്ച് ചെയ്തെങ്കിലും വെച്ച് അവരൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു. ടണ്ടടാൻ. അപ്പോൾ പൂവൊക്കെ കെട്ടി ഇവിടെ വെച്ചേക്കാണ്. ഒരു വാഴയിലയിൽ പൂവൊക്കെ ഇവിടെ പൂമാല ദേവിക്ക് വേണ്ടി കെട്ടി വെച്ചേക്കാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ചെരുപ്പിടുകയാണ്. ഹീൽസാണ് ഇടുന്നത്. സാധാരണ ചപ്പൽസാണ് ഇങ്ങനെ ദൂരയാത്രയ്ക്ക് ഇടേണ്ടത്. ബട്ട് സ്റ്റിൽ ലുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ, അതിനു വേണ്ടി ഹീൽസ് തന്നെ. അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഇനി കാട്ടിൽ മേക്കത്തിൽ ദേവി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത പാർട്ടി വരാം. ടിൽ ദെൻ ബൈ ബൈ.